സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അബ്രാമിനെ അബ്രാഹാം എന്നും സാറായിയെ സാറ എന്നും ദൈവം വിളിച്ചു. പ്രായാധിക്യത്താൽ എങ്ങനെ കുഞ്ഞുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു അബ്രാഹത്തിന്. എന്നാൽ ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ സാറ തന്നെ പുത്രനെ പ്രസവിക്കുമെന്നും അവന് ഇസഹാക്ക് എന്ന് പേരിടണമെന്നും പറഞ്ഞു. അബ്രാഹത്തിന്റെ വംശത്തിലെ എല്ലാവരും ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദനം ചെയ്യാനും ദൈവം ആവശ്യപ്പെട്ടു. അബ്രാഹാം അതുപോലെ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ പുതിയ നിയമത്തിലെ പരിച്ഛേദനം കൈകളാൽ ചെയ്യുന്നതല്ല, ശരീരത്തിന്റെ അധമ വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നമ്മൾ ക്രിസ്തുവിനോടുകൂടി സംസ്കരിക്കപ്പെട്ടു. പഴയ നിയമത്തിലെ പരിച്ഛേദനത്തിന് പുതിയ നിയമത്തിലെ ആവിഷ്കാരമാണ് മാമോദീസ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർ.